എവിടെ മനസ്സ് നിർമ്മലവും ശിരസ് ഉന്നതവുമാണോ? എവിടെ അറിവ് സ്വതന്ത്രമാണോ? എവിടെ ഇടുങ്ങിയ ഭിത്തികളിൽ ലോകം കൊച്ചു കഷണങ്ങളായി വിഭജിക്കാതിരിക്കുന്നുവോ? എവിടെ സത്യത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്നും വാക്കുകൾ ഉദ്ഗമിക്കുന്നുവോ? എവിടെ ചിരവികസിതമായ ചിന്തയിലേക്ക് മനസ്സിനെ ദൈവം നയിക്കുന്നുവോ? ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് എന്റെ ദൈവമേ, എന്റെ രാജ്യം ഉണരേണമേ. കാലം ചില കാവൽ നക്ഷത്രങ്ങളെ ഭൂമിക്കായി കരുതിവെക്കും. അതിരുകൾക്കോ ആശയങ്ങൾക്കോ തളച്ചിടാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ. എം.എ. യൂസഫലി. സ്നേഹത്തിന്റെയും മാനവികതയുടെയും സ്ഫടിക ശോഭയാർന്ന ആശയങ്ങൾ. അവയിൽ കഠിനാധ്വാനത്തിന്റെയും കർമ്മധീരതയുടെയും രശ്മികൾ തീർത്ത മായാ മഴവില്ലുകളാണ് ഈ ക്രാന്തദർശിയുടെ അശ്വമേധങ്ങൾ. അവ സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു മലയാളിയെ ലോകത്തിന്റെ ഏറ്റവും ശക്തരായ നേതാക്കളോടൊപ്പം സൗഹൃദം പങ്കുവയ്ക്കുന്ന ഗോളാന്തര ഇതിഹാസമാക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക് തന്റെ മാനസപുത്രനെ ആദരിച്ചത് അതിവിശിഷ്ടമായ പുരസ്കാരം നൽകിയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചരിത്രപ്രധാനമായ അലിഗഡ് മുസ്ലിം സർവകലാശാല ഇക്കൊല്ലം സമ്മാനിച്ചത് അത്യപൂർവമായ ഡീലിറ്റ് ബിരുദം. ഇന്ന് അഭ്യുന്നതി എന്ന പദത്തോട് ഭൂമി മലയാളം ചേർത്തുവെക്കുന്ന പര്യായം കൂടിയാകുന്നു യൂസഫലി. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, ജനിക്കാനിരിക്കുന്ന കേരളീയനും കരുതലായി മാറുന്ന സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്കായി ഈ മനുഷ്യൻ ഒഴുക്കിയ വിയർപ്പിന്റെ വില മലയാളം തിരിച്ചറിയുന്നുണ്ട്. എത്ര വിശ്വം ഭാവത്യേക നീടം. വിശ്വമാകെ ഒരു കൂട്ടിലെന്ന പോലെ എന്ന ടാഗോർ ഭാവന തിരുനെറ്റിയിൽ ചാർത്താനാകുന്ന ഒരേ ഒരു സ്ഥാപനമേ നമുക്കുള്ളൂ, ലുലു ഗ്രൂപ്പ്. മഹാനായ രാഷ്ട്രശില്പി ഷെയ്ഖ് സയീദിന്റെ ഹൃദയഭൂമികയിൽ തളിരിട്ട് 30ഓളം രാജ്യങ്ങളിലായി 30,000-ഓളം തൊഴിലാളികളിലൂടെ വളർന്ന സ്വപ്നം ഇന്നത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ മാത്രമല്ല, ലോക വാണിജ്യത്തിന്റെ പാതിയിലേറെ അടക്കി വാണ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും കടന്ന് ലോകത്തിന്റെ 4 അതിരുകളെയും കീഴടക്കുന്ന സത്യമായി വളരുന്നു. മലയാളത്തിന്റെ മനസ്സിൽ വർണ്ണങ്ങൾ വാരി വിതറി കൊച്ചിയിൽ പൂവിട്ട ഏഷ്യയിലെ ഏറ്റവും മുന്തിയ ഷോപ്പിംഗ് വിസ്മയവും കേരളത്തിലാകമാനം പടർന്നു പന്തലിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വികസന കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന വമ്പൻ പദ്ധതികൾ ഒരുങ്ങിക്കഴിഞ്ഞു. 1600 കോടി ചെലവിൽ ലോകോത്തര ഹോട്ടൽ ശൃംഖല ഹയാത്ത് റീജൻസിയുമായി ചേർന്നുള്ള കൺവെൻഷൻ സെന്റർ, മാരിയറ്റ് ഹോട്ടൽ ഗ്രൂപ്പുമായി ചേർന്നുള്ള 2 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, കോഴിക്കോട് നിർമ്മിക്കുന്ന രാജ്യാന്തര കൺവെൻഷൻ സെന്റർ എന്നിവ ചിലതു മാത്രം. ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക് എന്നിങ്ങനെ പാരമ്പര്യവും കെട്ടുറപ്പുമുള്ള ബാങ്കുകളിലും എം.കെ. ഗ്രൂപ്പ് പങ്കാളിയായി. UAE സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ലോകത്തെ ഏറ്റവും വലിയ എണ്ണക്കമ്പനികളിൽ ഒന്നായ അറ്റ്നോക്ക് ഒരുക്കുന്ന റിവൈസ് മാളിന്റെ മാനേജ്മെന്റ് സർവീസുകൾ കൈമാറിയത് ലുലു ഗ്രൂപ്പിന്റെ വിശ്വാസ്യതയുടെ പത്തരമാറ്ററിയിച്ചു. ബ്രിട്ടനിലെ പ്ലാനറ്റ് റീറ്റെയിലിന്റെ ബ്രാൻഡ് റാങ്കിങ്ങിൽ മധ്യപൂർവേഷ്യയിൽ ഒന്നാമതെത്തിയത് എം.കെ. ഗ്രൂപ്പാണ്. ഫോബ്സ് മാഗസിന്റെ കണ്ടെത്തലിൽ അറബ് മേഖലയിലെ മികച്ച 3ാമത്തെ കമ്പനിയും ലുലു തന്നെ. ദുബായ് വ്യാവസായിക രംഗത്തെ നിലവാരമളക്കുന്ന ദുബായ് ക്വാളിറ്റി അവാർഡും ലഭിച്ചു. നക്ഷത്രങ്ങൾ മനുഷ്യന് വഴികാട്ടും. അങ്ങനെ ധന്യതയാർന്ന ഈ പുരുഷായുസ് വെളിച്ചം പകർന്ന ജീവിതങ്ങൾ എത്രയെത്ര. അതിന് ലഭിച്ച പുരസ്കാരങ്ങളും അനവധി. മധ്യേഷ്യ, ഉത്തരാഫ്രിക്ക മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യാവസായിക നേതാവായി ഫോബ്സ് മാഗസിൻ യൂസഫലിയെ തിരഞ്ഞെടുത്തു. പൂർവേഷ്യയിലെ ഏറ്റവും പ്രഭാവശാലിയായ ഭാരതീയനെന്ന് വിശേഷിപ്പിച്ചത് ഫോർച്യൂൺ മാഗസിൻ. UAE-യിലെ രാജകുടുംബാംഗമല്ലാത്ത ഏറ്റവും സ്വാധീനശാലി എന്ന് വാൾസ്ട്രീറ്റ് ജേണലും GCC-യിൽ നിന്നുള്ള പ്രബലരായ 100 ഇന്ത്യക്കാരിലെ കേമനെന്ന് അറബ് ബിസിനസ് മാഗസിനും ചൂണ്ടിക്കാട്ടി. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലേക്ക് തുടർച്ചയായ 3ാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം അറബ് ബിസിനസ് ലീഡർ എന്ന അതിവിശിഷ്ട പുരസ്കാരവും സ്വന്തമാക്കി. ഹിസ് ഹൈനസ് ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആവിഷ്കരിച്ച ദുബായ് കെയേഴ്സ് പുരസ്കാരം തുടങ്ങി എത്രയെത്ര പൊൻതൂവലുകൾ. മണ്ണിൽ ചുവടുറപ്പിച്ചു നിന്ന് വിശ്വമാനവികത എന്ന അപാരതയുമായി നടത്തുന്ന സ്നേഹസല്ലാപം. പിറന്ന നാടിന്റെ ചിരവികസിതമായ ഭാവിക്കായി
ഇന്ത്യയുടെ അന്തരംഗത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന. അതിനെ ഞങ്ങൾ പേരിട്ട് വിളിക്കുന്നു MA യൂസഫ് അലി. ഈ ധന്യ പൗരുഷത്തിന് മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയുടെ ഹൃദയാദരം.